ആകെ കാണുന്ന ഒരു ലക്ഷണം ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് സംസ്ഥാനമെങ്ങാനും. 6 കോർപ്പറേഷനുകളിൽ ഒരിടത്ത് മാത്രമാണ് LDFന് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. പല ഗ്രാമപഞ്ചായത്തുകളിലും മുൻതൂക്കം LDFന് അല്ല. മുനിസിപ്പാലിറ്റികളിലെ ആകെയുള്ള ചിത്രം വ്യക്തമാകാനിരിക്കുന്നു. പക്ഷെ പലയിടത്തും കൊത്തളങ്ങൾ ആടി ഉലയുമ്പോൾ വളരെ വ്യക്തമാകുന്നത് ജനവികാരമാണ്, ഭരണവിരുദ്ധ ജനവികാരമാണ്. മിഥുൻ പിള്ള, കണ്ണൂർ കോർപ്പറേഷനിലും വലിയ മുന്നേറ്റം കാഴ്ചവയ്ക്കുന്നു NDA. ഏറ്റവും പുതിയ വിവരങ്ങൾ. അപ്പോൾ ഒറ്റ കാര്യം, എനിക്ക് കാസർഗോഡ് നിന്ന് ശ്യാമിനെയും കൂടി ഒന്ന് കണക്ട് ചെയ്യണം. കാസർഗോഡും വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം കാണുന്നുണ്ട് പലയിടങ്ങളിലും. യെസ് മിഥുൻ, ഒതുങ്ങിയ BJP ഇത്തവണ 4 സീറ്റിലാണ് വിജയം കൈവരിച്ചിരിക്കുന്നത്. അതെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. CPM-നെയും കോൺഗ്രസിനെയും അടക്കം കുത്തക സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് BJP വളർച്ച കൂട്ടിയിരിക്കുന്നത്. 4 സീറ്റുകളിലാണ് ഇതുവരെ പൂർത്തിയായ 49 ഡിവിഷനുകളിൽ നിന്നാണ് ഈ 4 സീറ്റുകൾ ഇപ്പോൾ BJP പിടിച്ചെടുത്തിരിക്കുന്നത്. ഇനിയും 5 വാർഡുകളോളം എണ്ണാറുണ്ട്. അതുകൂടി വന്നാൽ റിസൾട്ട് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് തെളിയുന്നത്. നിലവിൽ 4 വാർഡുകൾ കൊക്കേൻപാറയിൽ P മഹേഷ്, പള്ളിക്കുന്നിൽ ദീപ്തി വിനോദ്, അതുപോലെ തന്നെ ടെമ്പിൾ ഡിവിഷനിൽ അഡ്വക്കേറ്റ് വണ്ടിച്ചാൽ, തുളിച്ചേരി ഡിവിഷനിൽ മജേഷ് AK എന്നീ 4 കൗൺസിലർമാരാണ് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് BJP പ്രതിനിധികളായി വിജയിച്ചു വന്നിരിക്കുന്നത്. ഇതിൽ ചരിത്രപരമായ മുന്നേറ്റം തന്നെയാണ്. അതോടൊപ്പം തന്നെ മലയോര മേഖലയായ കണ്ണൂർ ആലക്കോട് നഗരത്തിലെ വാർഡ്, ആലക്കോട് ടൗൺ വാർഡ് BJP 137 വോട്ടിന് പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ CPM ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പഞ്ചായത്തായ ചിറക്കലിലും BJP നിർണായക വിജയം നേടിയിട്ടുള്ള ചിറക്കലിലെ വാർഡിൽ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ അർജുൻ മാവിലക്കണ്ട് വിജയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പല പഞ്ചായത്തുകളിലും BJP നിർണായക ശക്തിയെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ. പ്രദീപ്, കൊല്ലത്ത് LDFന് കനത്ത പ്രഹരം ഉണ്ടായിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദീപ്, നമുക്കൊന്ന് കാസർഗോഡ് പോയി വരാം. വളരെ അപ്രതീക്ഷിതമായ പലയിടങ്ങളിലും മുന്നേറ്റം, ഗ്രാമപഞ്ചായത്തുകളിലും നഗരത്തിലും എല്ലാം BJP ഇതുവരെ ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം BJP മുന്നേറ്റം കാഴ്ചവെക്കുന്ന വാർത്ത. ശ്യാമ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പഞ്ചായത്തുകളിൽ 8 ഇടങ്ങളിലാണ് ഇപ്പോൾ BJP ലീഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും വൻ മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ നിലവിൽ NDA ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിലും NDAയുടെ വലിയ മുന്നേറ്റം തന്നെയാണ്. ഒപ്പം തന്നെ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലും NDA ലീഡ് ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയേണ്ടത്, ഗ്രാമപഞ്ചായത്തുകളിൽ പള്ളിക്കര വാർഡിൽ BJPയുടെ വിജയലക്ഷ്മി ടീച്ചർ ഈ ഒരു വാർഡിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. പ്രധാനമായും LDFന്റെ കയ്യിൽ നിന്നും വാർഡ് പിടിച്ചെടുത്ത് NDA ഇത്തവണ ഇവിടെ അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒരേ ലീഡ് നില തന്നെ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ NDA മുന്നേറ്റം നടത്തുന്നത്. ശ്യാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. R ശ്രീലേഖ ശാസ്തമംഗലത്ത് മുന്നിലാണ് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നുണ്ട്. ഒപ്പം പ്രദീപ് പറഞ്ഞ ചാല വാർഡിൽ SKP രമേശ് വിജയിച്ചിരിക്കുകയാണ്. ചാല വാർഡിൽ തിരുവനന്തപുരം നഗരസഭയിലെ എസ്റ്റേറ്റ് വാർഡിൽ NDA സ്ഥാനാർത്ഥി R അഭിലാഷ് വിജയിച്ചിരിക്കുന്നു. നേമം വാർഡ് MR ഗോപൻ വിജയിച്ച വാർത്ത നേരത്തെ വന്നിരുന്നു. പൊന്നുമംഗലം വാർഡിൽ ശ്രീദേവി വിജയിച്ചിരിക്കുന്നു. VD സതീശന്റെ വാർഡിൽ നോർത്ത് പരവൂരിൽ VD സതീശന്റെ വാർഡ് BJP പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. മുനിസിപ്പാലിറ്റിയിൽ മുൻ മന്ത്രി S ശർമ്മയുടെ ഭാര്യ ആശാ ശർമ്മ 3ാം സ്ഥാനത്തേക്ക് പോയി. ആ വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചതാണ്. 7ാം വാർഡ് കോടതി വാർഡ് പിടിച്ചെടുത്തിരിക്കുന്നത് NDA സ്ഥാനാർത്ഥിയാണ്. നന്ദിനി രമേശാണ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ 2 വാർഡുകൾ കൂടി NDA വിജയിച്ചിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥികളായ PR രമേശ്, മഞ്ജു സതീഷ് എന്നിവരാണ് വിജയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലം കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട വാർത്ത, ഭരിച്ചിരുന്ന LDF 3ാം സ്ഥാനത്ത്. കൊല്ലം കോർപ്പറേഷനിൽ LDF 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. വലിയ പതനമാണ്. UDF 12, LDF 3, NDAക്ക് 4. ഇപ്പോഴത്തെ ലീഡ് നില അനുസരിച്ച് കൊല്ലം കോർപ്പറേഷനിൽ വൻ പതനം LDFന്. തീർച്ചയായും വടകരയിൽ ഇടതുപക്ഷത്തിന്റെ കോട്ട എന്നറിയപ്പെടുന്ന 1ാം വാർഡും ഒപ്പം തന്നെ 27ാം വാർഡും BJP പിടിച്ചെടുത്തിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ പല ഘട്ടങ്ങളിലും പല രീതിയിലും ഇപ്പൊ കൊല്ലത്തെയൊക്കെ പതനം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, LDFന് CPM-ന് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് കൊല്ലത്ത് കാണുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ഇടതുമുന്നണിയുടെ അടിപതർന്ന റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൊല്ലം
ശക്തി കേന്ദ്രമെന്ന് പറയുമ്പോഴും കൊല്ലം കോർപ്പറേഷനിലെ ഭരണം തന്നെ നഷ്ടമാകുമോ എന്നുള്ള അവസ്ഥയിലാണ്. അതായത് LDF 3-ാം സ്ഥാനത്താണ് കോർപ്പറേഷന്റെ ബലം വരുമ്പോൾ, അതായത് 19 ഡിവിഷനുകളുടെ ബലം വരുമ്പോൾ NDAക്ക് 4 സീറ്റുകൾ, അതിൽ നിന്നും താഴെ 3 സീറ്റുകൾ മാത്രമാണ് LDFന് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി ബാക്കി ഡിവിഷനുകൾ എണ്ണുവാനുണ്ട്. 56 ഡിവിഷനുകളിൽ എത്ര സീറ്റ് LDF പിടിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി, അതായത് 25 വർഷക്കാലമായി LDF ആണ് കൊല്ലം കോർപ്പറേഷന്റെ ഭരണവുമായി മുന്നോട്ട് പോയത്. എന്തായാലും അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ നോക്കിക്കാണുന്നത്. അടിയൊഴുക്കുകൾ നടന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ പലയിടത്തും, അതായത് CPMന്റെ കുത്തകയായിരുന്ന പല വാർഡുകളിലും NDA വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ്. കൊല്ലം കോർപ്പറേഷനിലെ തന്നെ BJPയുടെ സീറ്റുകൾ അത് നിലനിർത്തുന്നുണ്ട്. അതോടൊപ്പം പുതിയ സീറ്റുകളിൽ കൂടെ NDA സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയൊരു മുന്നേറ്റം NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പഞ്ചായത്തുകളിലും NDAയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ആദിത്യനെല്ലൂർ പഞ്ചായത്തിലൊക്കെ 4 സീറ്റുകളിലധികം NDA വിജയിക്കുന്ന ഒരു സാഹചര്യമാണ്. നീണ്ടകര പഞ്ചായത്തിലും BJP സിറ്റിംഗ് സീറ്റ് വീണ്ടും കണ്ണൂരിലേക്ക് തന്നെ പോവുകയാണ് പ്രദീപ്. പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ ഇത് ആദ്യമായി BJPക്ക് സീറ്റ്. അത് മാത്രമല്ല, ഒരു വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് എടുത്തിരിക്കുന്നു. വാർഡ് 7 കീച്ചേരിക്കുന്നിൽ NDA സ്ഥാനാർത്ഥി ജിതേഷ് കോറോത്ത് തീർച്ചയായും 370 വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ വാർത്തയാണ്. പാപ്പിനിശ്ശേരി പോലെയുള്ള ഒരു ഗ്രാമങ്ങളുടെ തലോടി കിടക്കുന്ന പാപ്പിനിശ്ശേരി. സൈനിക് സ്കൂൾ വാർഡിൽ NDA സ്ഥാനാർത്ഥി വാസുദേവൻ നായർ 1567 വോട്ടിന് വിജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ SDPI ഒക്കെ വലിയ പ്രചരണം നടത്തിയ വാർഡ് കൂടിയാണ് സൈനിക് സ്കൂൾ വാർഡ്. പക്ഷെ അവിടെ BJPയുടെ 7 അയലത്ത് പോലും എത്താൻ മറ്റ് സ്ഥാനാർത്ഥികൾ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭ സൈനിക് സ്കൂൾ വാർഡിൽ NDA സ്ഥാനാർത്ഥി V വാസുദേവൻ നായർ 1567 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി LDF 8, UDF 7, NDA 2. കിടങ്ങൂർ വാർഡ് 9 അപ്പുമാഷ് വിജയിച്ചു എന്ന് അരുൺ കൊടുങ്ങൂർ അറിയിച്ചിരുന്നുവെന്ന് അരുണിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അപ്പുമാഷ് വിജയിച്ചിട്ടുണ്ട്. ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ രാമകൃഷ്ണനെ പരാജയപ്പെടുത്തി NDAയുടെ വിനോദിന് വലിയ വിജയം ഉണ്ടായിരിക്കുകയാണ്. കൊല്ലം ആലപ്പാട് പഞ്ചായത്ത് അമൃതപുരി വാർഡ് BJP വിജയിച്ചിരിക്കുന്നു. കൊല്ലം വള്ളിക്കാവൊക്കെ ഉൾപ്പെടുന്ന അമൃതപുരി വാർഡിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിച്ചതായാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ആലപ്പാട് പഞ്ചായത്തിൽ ഇതുവരെ BJPക്ക് 3 സീറ്റുകൾ. ആലപ്പാട് പഞ്ചായത്ത് ഉൾപ്പെടുന്ന സീറ്റാണ് ഈ അമൃതപുരിയൊക്കെ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്ത് ആലപ്പാടാണ്.